citizens must evacuate immediately. The buses are waiting. What is happening? Is it the reactor? ഗ്രീക്ക് പുരാണങ്ങളിൽ മെഡൂസ എന്നൊരു രാക്ഷസിയുണ്ട്. അവളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുന്ന ആരും ആ നിമിഷം തന്നെ കല്ലായി മാറും. ഇത് വെറും ഒരു കഥയാണ്. എന്നാൽ ഈ നൂറ്റാണ്ടിൽ മനുഷ്യൻ അത്തരം രാക്ഷസനെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു. ഭൂമിയുടെ അടിയിൽ ഇരുമ്പും കോൺക്രീറ്റും കൊണ്ടുണ്ടാക്കിയ ഇരുട്ടറയിൽ അതിന്നും ഒളിച്ചിരിപ്പുണ്ട്. അതിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണ്. തോക്കുകളോ ബോംബുകളോ അല്ല, മറിച്ച് കണ്ണിന് കാണാൻ കഴിയാത്ത മരണരശ്മികൾ. 1986 ചെർണോബിൽ ദുരന്തത്തിന് ശേഷം റിയാക്ടറിന്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ആ വസ്തു, അതിനെ അവർ വിളിച്ചു ദി എലിഫന്റ്സ് ഫുട്ട്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ വസ്തു. ഇതിന്റെ അടുത്ത് നിൽക്കുന്നതിന് പോയിട്ട് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ പോലും ക്യാമറകൾക്ക് കഴിഞ്ഞില്ല. ഫിലിം റോളുകൾ കരിഞ്ഞുപോയി, യന്ത്രങ്ങൾ പണിമുടക്കി, മനുഷ്യർ അവർ ദിവസങ്ങൾക്കുള്ളിൽ ഉരുകിത്തീർന്നു. ഇന്ന് ടോക്കിത്രോണിക്സിൽ നമ്മൾ ആരും പോകാൻ മടിക്കുന്ന ചെർണോബിലിന്റെ ബേസ്മെന്റിലേക്ക് ഒരു യാത്ര പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന 40 വർഷം പഴക്കമുള്ള കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിന്നും ജീവനോടെയുണ്ട്, അതിന്നും ചൂടാണ്, അതിന്നും റേഡിയേഷൻ പുറത്തുവിടുന്നുണ്ട്. 1956 ഏപ്രിൽ 26 ലോകത്തെ നടുക്കിയ ചെർണോബിൽ ദുരന്തം. റിയാക്ടർ നമ്പർ 4 പൊട്ടിത്തെറിച്ചപ്പോൾ നമ്മൾ ആകാശത്തേക്ക് ഉയർന്ന പുകയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും മാത്രമാണ് സംസാരിച്ചത്. എന്നാൽ ആ റിയാക്ടറിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരും ചർച്ച ചെയ്തില്ല. അവിടെ ഉണ്ടായിരുന്ന ടൺ കണക്കിന് ന്യൂക്ലിയർ ഇന്ധനം എവിടെ പോയി? അത് അപ്രത്യക്ഷമായില്ല, അത് രൂപം മാറി. ശാസ്ത്രത്തിന് അന്നുവരെ അറിയാത്ത, മനുഷ്യന്മാർ ഇന്നുവരെ കാണാത്തൊരു ചെകുത്താനായി ആ രൂപം മാറി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. എങ്ങനെയാണ് എലിഫന്റ് ഫുട്ട് ഉണ്ടായത്? അത് മനസ്സിലാക്കാൻ നമ്മൾ റിയാക്ടറിന്റെ ഹൃദയഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. റിയാക്ടർ പൊട്ടിത്തെറിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചൂട് എത്രയാണെന്ന് അറിയാമോ? 2600 ഡിഗ്രി സെൽഷ്യസ്. സൂര്യന്റെ ഉപരിതലത്തിലെ ചൂടിന്റെ പകുതിയോളം വരും ഈ ചൂട്. ഈ ചൂടിൽ അവിടെ ഉണ്ടായിരുന്ന യുറാനിയം ഫ്യൂവൽ റോഡ്സ് ഉരുകാൻ തുടങ്ങി. പക്ഷെ ഉരുകിയത് യുറാനിയം മാത്രമല്ല, ആ റിയാക്ടർ ഉണ്ടാക്കിയിരുന്ന സ്റ്റീൽ, കോൺക്രീറ്റ്, ഗ്രാഫൈറ്റ്, സിർക്കോണിയം, പിന്നെ തീ അണയ്ക്കിയ ഹെലികോപ്റ്ററിൽ നിന്ന് അവർ താഴേക്കിട്ട ടൺ കണക്കിന് മണലും ബോറോണും, ഇതെല്ലാം ആ തീച്ചൂളയിൽ വെന്തുരുകി. ഇതെല്ലാം കൂടി ഒരു കറുത്തു കൊഴുത്ത ലാവ രൂപപ്പെട്ടു. ഇതിനെ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് കൂറിയം എന്നാണ്. ഭൂമിയിലുള്ള സാധാ ലാവയല്ല ഇത്, റേഡിയോ ആക്റ്റീവ് ലാവ. ഈ ലാവ റിയാക്ടറിന്റെ അടിഭാഗം കത്തിച്ചു തുളച്ചു. വലിയ സ്റ്റീൽ പൈപ്പുകളിലൂടെ അത് ഒഴുകി. വെള്ളം പൈപ്പുകളിലൂടെ പോകുന്നത് പോലെ ഈ ലാവ കെട്ടിടത്തിന്റെ താഴ്നിലകളിലേക്ക് ഒഴുകിയിറങ്ങി. ഒടുവിൽ റിയാക്ടറിന് തൊട്ടു താഴെയുള്ള റൂം നമ്പർ 2172 എന്ന റൂമിൽ അതെത്തി. അവിടെ ചെന്ന് തണുത്തുറഞ്ഞു. ഉറഞ്ഞപ്പോൾ ലഭിച്ച രൂപം ഒരു ആനയുടെ കാല് പോലെയായിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ പേര് വന്നത് ദി എലിഫന്റ്സ് ഫുട്ട്. ദുരന്തം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും റിയാക്ടറിനുള്ളിൽ ഇന്ധനം എവിടെ പോയെന്ന് ശാസ്ത്രജ്ഞർക്ക് അറിയില്ലായിരുന്നു. കോർ തുറന്നപ്പോൾ അത് കാലിയായിരുന്നു. 1200 ടൺ ഇന്ധനം അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അത് വീണ്ടും പൊട്ടിത്തെറിക്കുമെന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ 1956 ഡിസംബറിൽ ഒരു കൂട്ടം ധൈര്യശാലികളായ ശാസ്ത്രജ്ഞർ ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പര്യവേഷണത്തിനിറങ്ങി. അവർ അക്ഷരാർത്ഥത്തിൽ മരണത്തിലേക്കാണ് നടക്കുന്നത് അവർക്ക് അറിയാമായിരുന്നു. ബേസ്മെന്റിലൂടെ അവർ നടന്നു. പെട്ടെന്ന് അവരുടെ കയ്യിലുള്ള റേഡിയേഷൻ മീറ്ററുകൾ അപകട സൂചന നൽകി. അതിലെ സൂചി ലിമിറ്റും കഴിഞ്ഞ് വട്ടം കറങ്ങി. അവിടെ ഇരുട്ടിൽ അവർ അതിനെ കണ്ടു. കറുത്ത നിറത്തിൽ ഒരു പടുകൂറ്റൻ രൂപം. അതിലേക്ക് ടോർച്ചടിച്ചപ്പോൾ അവർ കണ്ടത് വിചിത്രമായ ഒരു കാഴ്ചയാണ്. അത് ലോഹമാണോ പാറയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു വസ്തു. അതിന്റെ പ്രതലത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മരത്തിന്റെ തൊലി പോലെ ചുളിവുകൾ. അതെ, അതൊരു ആനയുടെ കാല് തന്നെ. പക്ഷേ കാഴ്ച കണ്ടു നിൽക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു. കാരണം ആ മുറിയിലെ റേഡിയേഷൻ ലെവൽ 10,000 റോൺജൻ ആയിരുന്നു. 10,000 റോൺജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. നമുക്ക് കണക്കുകൾ നോക്കാം. ഒരു സാധാരണ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നത് ചെറിയ റേഡിയേഷൻ ആണ്. എന്നാൽ ഈ എലിഫന്റ് ഫുട്ടിന്റെ അടുത്ത് വെറും 5 മിനിറ്റ് നിന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 30 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടും. വായയിൽ ഒരു ലോഹത്തിന്റെ രുചി ഉണ്ടാവും. 2 മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കാൻ തുടങ്ങും. തൊലിപ്പുറത്ത് പൊള്ളലുകൾ സംഭവിക്കും. രക്തസ്രാവം വരും. 5 മിനിറ്റ് മരണം ഉറപ്പ്. ഇതിൽ കൂടുതൽ സമയം നിന്നാൽ നിങ്ങളുടെ DNA പൂർണ്ണമായി നശിക്കും. ശരീരം അഴുകി തുടങ്ങും. ആദ്യകാലത്ത് ഇതിന് ശക്തി എത്രത്തോളമായിരുന്നു എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ പോലും സാധിച്ചിരുന്നില്ല. റേഡിയേഷൻ കാരണം ഫിലിമുകൾ കരിഞ്ഞു പോകുമായിരുന്നു. ഒടുവിൽ ഒരു മൂലയിൽ കണ്ണാടി വെച്ച് മറുവശത്ത് നിന്ന് റിഫ്ലക്ഷൻ വഴിയാണ് നമ്മൾ ഈ കാണുന്ന ഫോട്ടോകളൊക്കെ എടുത്തിരുന്നത്. ആ ഫോട്ടോകളിൽ കാണുന്ന പ്രേതം പോലത്തെ രൂപം യഥാർത്ഥത്തിൽ റേഡിയേഷൻ കാരണം ഫിലിമിൽ വന്നിരിക്കുന്ന തകരാറുകളാണ്. ശാസ്ത്രജ്ഞർക്ക് ഇതിനൊരു സാമ്പിൾ ആവശ്യമായിരുന്നു, ഇതിലെന്ത് കടങ്ങിയിട്ടുണ്ടെന്ന് പഠിക്കാൻ വേണ്ടി. പക്ഷേ മനുഷ്യർക്ക് അതിനടുത്തേക്ക് പോകാൻ സാധിക്കില്ല. അവർ റിമോട്ട് കൺട്രോൾ റോബോട്ടുകളെ അങ്ങോട്ടേക്ക് അയച്ചു. പക്ഷേ എലിഫന്റ് ഫുഡിന്റെ റേഡിയേഷൻ കാരണം അങ്ങോട്ട് പോയ റോബോട്ടുകളുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം തകരാറിലായി. ഒടുവിൽ അവർ ഡ്രിൽ ഉപയോഗിച്ച് ഇത് തുളയ്ക്കാൻ നോക്കി. പക്ഷേ അത്ഭുതം, ആ സാധനത്തിന് വജ്രത്തേക്കാൾ കാഠിന്യമായിരുന്നു. ഡ്രിൽ ബിറ്റുകൾ ഒടിഞ്ഞുപോയി. വേറെ വഴിയില്ലാതെ റഷ്യൻ പട്ടാളം ഒരു AK-47 തോക്ക് കൊണ്ടുവന്നു.
ദൂരെ മാറിയെന്ന് അവർ ആ കട്ട പിടിച്ച ലാവയിലേക്ക് വെടിയുതിർത്തു. ആർമർ പിയേഴ്സിംഗ് ബുള്ളറ്റ്സ് ഉപയോഗിച്ചാണ് അവർ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം അടർത്തിയെടുത്തത്. പരിശോധനയിൽ അവർ കണ്ടെത്തി ഇതൊരു പുതിയ തരം വസ്തുവാണ്, ചെർണോബിലൈറ്റ്. സിലിക്കൺ, യുറാനിയം, സിർക്കോണും ചേർന്ന ഒരു കൃത്രിമ സ്ഫടികം. മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വിഷമുള്ള പദാർത്ഥമാണിത്. ഇന്നേക്ക് 40 വർഷം കഴിഞ്ഞു. ഇപ്പോഴും എലിഫന്റ് ഫുട്ട് അവിടെ ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതിന് ശക്തി കുറഞ്ഞിട്ടുണ്ട്. അത് തണുത്തു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ പുതിയൊരു ഭീഷണി വരുന്നുണ്ട്. ഈ എലിഫന്റ് ഫുട്ട് ഇപ്പോൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പൊടി വായുവിൽ കലർന്നാൽ അത് ശ്വസിക്കുന്നത് അതിലും വലിയ അപകടമാണ്. മാത്രമല്ല ഇതിപ്പോഴും കോൺക്രീറ്റ് തുളച്ച് താഴേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഭൂഗർഭജലത്തിൽ എത്തിയാൽ അത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തമാകും. അതുകൊണ്ടാണ് 2016 ചെർണോബിലിന് മുകളിൽ ന്യൂ സേഫ് കൺഫൈൻമെന്റ് എന്നൊരു ഭീകരമായ കവചം പണിതത്. 100 വർഷത്തേക്ക് രാക്ഷസനെ പൂട്ടിയിടാൻ. എന്നാൽ ഓർക്കുക, ഇതിനുള്ളിൽ യുറാനിയം നശിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. നമ്മളും നമ്മുടെ മക്കളും അവരുടെ മക്കളും മരിച്ചാലും എലിഫന്റ് ഫുഡ് അവിടെ തന്നെ ഉണ്ടാകും. ചെർണോബിൽ നമുക്കൊരു പാഠമാണ്. പ്രകൃതിയെയും സയൻസിനെയും മെരുക്കാൻ നോക്കുമ്പോൾ അത് കൈവിട്ടു പോയാൽ എന്ത് സംഭവിക്കും? അതിന് ഉദാഹരണമാണിത്. എലിഫന്റ് ഫുട്ട് അത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ സ്മാരകമാണ്. ആരും കാണാത്തിടത്ത് ഇരുട്ടിൽ അത് നിശബ്ദമായി ഉറങ്ങുന്നു. അതിനുണർത്താതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം അപൂർവമായ അറിവുകൾക്കും സയൻസ് മിസ്റ്ററി സ്റ്റോറികൾക്കും നമ്മുടെ ടോക്ക് വിത്ത് റോണിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിലും വിചിത്രമായ ഒരു വിഷയമാണ്. അതുവരേക്കും ഇറ്റ്സ് മീ അബൈ ഫ്രം ടോക്ക് വിത്ത് റോണിക്സ് സൈനിങ് ഓഫ്.